നമസ്കാരം. ചാണക ഗോപി എന്ന് പരിഹസിച്ചവർ ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് വിളിക്കണം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായിട്ട് ആദ്യം ഭാഗ്യം ലഭിച്ചത് സ്ഥിരം BJP-കാരനും പരമ്പരാഗത രാഷ്ട്രീയക്കാരനും അനുഗ്രഹീത കലാകാരൻ സുരേഷ് ഗോപിക്കാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ മനുഷ്യർക്ക് ജാതിയും മതരാഷ്ട്രീയവും നോക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. എന്തായാലും കേരളത്തിൽ താമരയല്ല ചാണകമെന്ന് തിളച്ചവർക്കെല്ലാം തന്നെ മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ മിന്നുന്ന വിജയം. അതും ആദ്യ അക്കൗണ്ട് BJP തുറന്നത് തന്നെ വൻ ഭൂരിപക്ഷത്തിലാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 60,000 കടന്നിരിക്കുകയാണ്. കൂറ്റൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. തൻ്റെ വിജയം തൃശ്ശൂരിൽ ദൈവം കൂടി തീരുമാനിച്ചതാണെന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി. ഇത്തവണ ജയിപ്പിക്കാനായിട്ട് തൃശ്ശൂരുകാർ ഒട്ടും തന്നെ മടി കാണിച്ചില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ മാത്രമല്ല സുരേഷ് ഗോപിക്ക് ലഭിച്ചതെന്ന് സുരേഷ് ഗോപി പറയുന്നു. നിഷ്പക്ഷ വോട്ടുകളും മതേതര വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. മുരളീധരനെയോ സുനിൽകുമാറിനെയോ അവരുടെ പാർട്ടിക്കാർ ചതിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. അതേസമയം കേന്ദ്രമന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ ഒപ്പിട്ട സിനിമകളെല്ലാം തന്നെ പൂർത്തിയാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മമ്മൂട്ടി കമ്പനിക്കൊപ്പമുള്ള സിനിമ വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിൽ വലിയ സ്വീകരണമാണ് സുരേഷ് ഗോപിക്ക് നൽകുന്നത്. മന്ത്രിസ്ഥാനം ലഭിച്ചാൽ നിരസിക്കില്ലെന്നും 10 വകുപ്പിലെങ്കിലും സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന പദവി ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി. തന്നെ നോവിച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഈ വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മന്ത്രിയാക്കുമോ എന്ന് ചോദിച്ചാൽ മതി, മന്ത്രിയാകുമോ എന്ന് ചോദിക്കരുതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. താൻ വികസനം കൊണ്ടുവരുമെന്ന് ജനം വിശ്വസിച്ചു. ഇത്തവണ സ്ത്രീകളുടെ അടക്കം വോട്ടുകളും ഒരുപാട് ലഭിക്കുകയുണ്ടായി. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വോട്ട് ചെയ്തു. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാരും ഒപ്പം നിന്നുവെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി. അതേസമയം തൃശ്ശൂരിൽ കണക്കുകളെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലവുമാണ്. തൃശ്ശൂരിൽ മിന്നുന്ന ജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം. സീറ്റ് എണ്ണത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും പാർട്ടി വോട്ടിനപ്പുറം തന്നെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലെ വോട്ട് ലക്ഷത്തിന് മുകളിൽ എത്തിച്ച് ശക്തി കൂട്ടാനായെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുകയുണ്ടായി. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഡൽഹിയിലെത്തുന്ന സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായിട്ട് തന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലോക്സഭയിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്ന BJP അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉറച്ച വിശ്വാസം. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപിക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കമുണ്ട്. ഗുരുവായൂർ മാത്രമാണ് മുൻതൂക്കം ഇല്ലാത്ത മണ്ഡലം. ഗുരുവായൂരിൽ K. മുരളീധരനാണ് മുന്നിൽ നിൽക്കുന്നത്. 57,925 വോട്ടാണ് നേടിയത്. സുനിൽകുമാർ 50,519 വോട്ടുകളും അതുപോലെ തന്നെ സുരേഷ് ഗോപി 45,049 വോട്ടുകളും നേടുകയുണ്ടായി. CPIയുടെ കോട്ടയായിട്ട് അറിയപ്പെടുന്ന നാട്ടികയിലാണ് കൂടുതൽ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. ഇവിടെ 66,854 വോട്ടുകളാണ് ലഭിച്ചത്. സുനിൽകുമാറിന് 5,299 വോട്ടുകളാണ് ഇവിടെ ലഭിച്ചത്. മുരളീധരന് ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ചത് നാട്ടികയിലാണ്. ആകെ 38,195 വോട്ടുകളാണ് മുരളിക്ക് ഇവിടെ ലഭിച്ചത്. മണലൂർ, ഒല്ലൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവിടങ്ങളിലെല്ലാം തന്നെ സുരേഷ് ഗോപിക്കാണ് ലീഡ് നേടാൻ സാധിച്ചത്. മിക്ക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തത് കോൺഗ്രസിലും അതുപോലെ തന്നെ ഇടതുമുന്നണിയിലും ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറും ജയിക്കുമെന്ന കണക്കുകൂട്ടൽ അത് തെറ്റിയെങ്കിലും പ്രതീക്ഷിച്ച വോട്ട് ശതമാനത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉള്ളത്. ആറ്റിങ്ങലിലും അതുപോലെ തന്നെ പാലക്കാട്ടും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നേട്ടം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായി. കണ്ണൂരും വയനാടും ആലത്തൂരും വോട്ട് 1,00,000-ന് മുകളിലെത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതേസമയം ചാലക്കുടിയിലും പത്തനംതിട്ടയിലും വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA 3ാം ടേമിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. എന്നാൽ എക്സിറ്റ് പോളുകൾ ഭരണസഖ്യത്തിന് പ്രവചിച്ചതിനേക്കാൾ വളരെ കുറവാണ്. ഇത്തവണ 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ ഭരണകക്ഷിയായിട്ടുള്ള NDA ആ ലക്ഷ്യത്തേക്കാൾ വളരെ കുറവാണ് നേടിയത്. എന്നാൽ മറുവശത്ത് ഇന്ത്യ സഖ്യമാകട്ടെ എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും ധിക്കരിക്കുകയും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയും ചെയ്തു. പ്രതിപക്ഷ സഖ്യം 230 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അതുപോലെ രാജസ്ഥാൻ എന്നിവയുൾപ്പെടെ ചില പ്രധാന സംസ്ഥാനങ്ങളിൽ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.